ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടല്ല കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ വ്ളോഗും ഷോർട്സൊക്കെ ഇടാൻ പറ്റൂ. എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇന്നെൻ്റെ ആലോചിൻ്റെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ആളിപ്പോൾ എണീറ്റ് ബെഡിൽ കിടന്ന് അലമ്പാക്കിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പാലെല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ആൾക്ക് അമൃതപ്പൊടി കൊടുത്തു. കുടിക്കുന്നില്ല കേട്ടോ, ഭയങ്കര വാശിയാണ്, ഒട്ടും സമ്മതിക്കുന്നില്ല. വേണ്ട വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് കൊടുക്കുന്ന പിന്നെന്താ ചെയ്യുക. ഭയങ്കര വാശിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൽ ഭയങ്കര പിന്നോക്കത്തിലാണ് ആൾ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കൊടുക്കണ്ടേ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആളെ കുളിപ്പിക്കാവുന്നതാണ് ടാസ്ക് ഇരുന്നത്. കുളിപ്പിച്ച് ബെഡിൽ കൊണ്ടുപോയി ഇരുത്തിയേക്കുക. ഉണ്ണിയാർച്ച എന്നാ വിചാരം, ഇരുത്തം കണ്ടില്ലേ. അങ്ങനെ ആളെ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് ആളെ സെറ്റാക്കി. ഇതാണ് ലുക്ക്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യട്ടോ, ലുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇന്നും ഇതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടികളെ ഒരുക്കുന്നത്. വിശേഷം ഉണ്ടാകുമ്പോൾ തന്നെ എപ്പോഴും പറയുമായിരുന്നു എനിക്കൊരു പെൺകുട്ടീനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. എനിക്കൊരു പെൺകുട്ടീനെയായിരുന്നു ആഗ്രഹം. അവരെ ഒരുക്കാൻ ഭയങ്കര രസമായിരിക്കുമല്ലോ. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. കിടന്നുറങ്ങണം. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പാൽ കൊടുത്ത് ഉറക്കി. പള്ളി ഉറക്കത്തിലാണ് ഉറങ്ങുന്നത് കണ്ടില്ലേ. എന്തൊരു പാവമായിട്ടാണ് ഉറങ്ങുന്നത്. ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഷോക്കേസ് വൃത്തിയാക്കാനുണ്ടായിരുന്നു, അത് വൃത്തിയാക്കി. അതിൻ്റെ ഷോർട്സ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വല്ല വീഡിയോ ഒക്കെ ഇടണ്ടേ. പിന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തോ ഉറങ്ങിയതിന് ശേഷം ആൾ എണീറ്റിട്ട് എടുക്കാനിങ്ങനെ കരയുക. ഞാൻ വീഡിയോ എടുക്കണത് ആൾക്കറിയില്ലല്ലോ. പിന്നെ പാലെല്ലാം കൊടുത്ത് അതിന് ശേഷം പൊടിയരിക്കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച് അതുണ്ടാക്കിയിട്ട് ആൾക്ക് കൊടുക്കുക. എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ്, ആളെ ഫുഡ് കഴിപ്പിക്കൽ. അങ്ങനെ എന്താ പറയുക, എങ്ങനെയൊക്കെയോ അത് കൊടുത്തോണ്ടിരിക്കണേ ഞാനിപ്പോൾ. ഈ ഫുഡ് വേറെ ആരെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടിയതുപോലെയാണ്. പിന്നെ ആൾക്ക് എന്താ പറയുക, കാൽസ്യക്കുറവുണ്ടായതുകൊണ്ട് കാൽസ്യക്കുറവിന് ഒരു മരുന്ന് കൊടുക്കുകയാണ് ഞാൻ. വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇനി എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് കൊടുത്തു. പാവമാണ് കേട്ടോ, അത്ര വലിയ ഇതൊന്നുമില്ല, ശല്യമൊന്നുമില്ല, ഒരു പാവമാണ്. എൻ്റെ ഒരു കുഞ്ഞത്ഭുതമാണ് ഞങ്ങൾക്കുണ്ടായ. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നും വിളിക്കുന്ന ടൈമിൽ അവരൊപ്പിച്ച് വിളിച്ചു ഉപ്പച്ചിനായിട്ട് സംസാരിക്കുക. ഉപ്പച്ചിനായിട്ട് വല്ലാണ്ട് സംസാരിക്കൊന്നുമില്ല. നാട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും ഇപ്പം തന്നെ മതിയായിരുന്നു. ഗൾഫിൽ പോയപ്പോൾ കുറച്ച് ആൾ ബാക്കിലോട്ടാണ്. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഒന്ന് റൂമിൻ്റെ പുറത്തെല്ലാം ഇറക്കി ഇങ്ങനെ വണ്ടിയുണ്ട്, വണ്ടിയിലിങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി. അതൊക്കെ എൻ്റെ വീട്ടിലുള്ള വേറെ കുട്ടികളാണ് കേട്ടോ. അവർ സ്കൂളിൽ വന്നപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് കുട്ടികളെ ഒന്ന് ചില്ലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി 7 മണി 7:30 ആയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോഴേക്കും ഉറക്കം വന്ന ആൾക്ക്. അങ്ങനെ ഉറക്കം വന്നിട്ടുള്ള കരച്ചിലാണ് കേട്ടോ അത്. എന്താ പറയുക, പാല് കൊടുത്തു, ആളുറങ്ങി. ഇതാണ് എൻ്റെ
ആലമോളൊരു ദിവസം. ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും.